വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രെൻഡിങ് ഐറ്റം പരീക്ഷിക്കാനാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടൊരു സാധനമാണ് ഈ ജാപ്പനീസ് ജെല്ലി കോഫി എന്ന് പറഞ്ഞ സാധനം. അത് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ആഗ്രഹമാണ് അത് ഉണ്ടാക്കണം, പക്ഷെ അത് ഇതുവരെ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉണ്ടാക്കാൻ നേരം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ്. അതിനായിട്ടാണെങ്കിൽ ഒരു പ്ലെയിൻ ഗ്ലാസ് വേണേ, അത് നമുക്ക് ഒഴിക്കാൻ. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം, പിന്നെ ചൈന ഗ്രാസ് വേണേ, ചൈന ഗ്രാസ്. പിന്നെ ഷുഗർ ആവശ്യമുണ്ട്. പിന്നെ ബ്രൂ പൗഡറും വേണം. പിന്നെ നമ്മുടെ മിൽക്കും വേണേ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കണം. ചൈന ഗ്രാസ് ഇതാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കിനും നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചൈന ഗ്രാസ് നമ്മളിവിടെ ഉരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ബ്രൂ പൊടി പൊട്ടിച്ചിടണം. നമുക്കത് പൊട്ടിക്കാം. അമ്മയാണ് കേസ് എനിക്ക് പൊട്ടിച്ചു തരുന്നത്, കാരണം എനിക്കിത് പൊട്ടിക്കാൻ അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇതൊന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഈ ഗ്ലാസ്സിനകത്തോട്ട്. അപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മതി. ഇനി നമുക്ക് അതിനകത്തോട്ട് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കാം. ചൈന ഗ്രാസ് ഷുഗറും കൂടെ ഇട്ടിട്ട് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. ഷുഗറാണ്, നമുക്ക് ആവശ്യമായ ഷുഗർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഇതിനകത്തോട്ട് നമുക്ക് ഇനിയും ഈ ചൈന ഗ്രാസ് ഒരുക്കിയത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട അത്ര ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമേ. നമ്മൾ ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഇത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കിത് ജെല്ലി ആയിട്ട് കിട്ടും. അപ്പം നമുക്കിത് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീസായിട്ട് കിട്ടും, ജെല്ലിയായി കിട്ടും. അപ്പോൾ അത് ജെല്ലി ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിൻ്റെ പാല് മിക്സ് ആക്കാമേ. കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി മിൽക്ക് മിക്സ് ചെയ്യാമേ. അതിനായിട്ട് നമുക്ക് മിൽക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കണ്ടൻസി മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം. കണ്ടൻസി മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഗൈസ്, നമ്മളിവിടെ കണ്ടൻസി മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കണ്ടൻസി മിൽക്ക് ഒഴിക്കുന്നതുകൊണ്ട് ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇനി ഷുഗറിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടൻസി മിൽക്ക് അതിനകത്ത് ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാക്കാം. പക്ഷേ ഇതൊന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്കിനും അത് സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഫ്രീസ് ആക്കാൻ വെച്ചാൽ ജെല്ലി ആക്കാൻ വെച്ചാൽ ചൈന ഗ്രാസിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, അത് ആണെങ്കിൽ അത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമ്മളത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കമത്തുമ്പോൾ അതിങ്ങനെ പോകുന്നില്ലെങ്കിൽ അത് കറക്റ്റ് പരുവായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ മിൽക്ക് ഒഴിച്ച് കൊടുക്കാമേ. മിൽക്കും മിൽക്ക് മെയ്ഡും കൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് സെറ്റാക്കി
അപ്പോൾ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഇത്ര ഒഴിച്ചിട്ടുണ്ട്. അത് ഫുള്ള് കവറായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അതിനി നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിന് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മളത് മിക്സ് ആക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളത് മിക്സാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാപ്പനീസ് ജെല്ലി കോഫി എന്ന് പറഞ്ഞ സാധനം. അപ്പം നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അത് കുറ്റമൊന്നും പറയില്ല, നല്ലതാണ്. ആ ജെല്ലിയൊക്കെ നല്ല രസമുണ്ട്. പായിട്ടത് ആ ജെല്ലി അലിഞ്ഞു പോകുന്നുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അത് ബൈ ബൈ.